ഹലോ, നമുക്കിന്ന് നല്ലൊരു അടിപൊളി മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ? നല്ല വാഴയിലക്കകത്തൊക്കെ പൊതിഞ്ഞ് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമേ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ശകലം വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മീനൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് മീൻ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ആ മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഈ മസാല മുഴുവൻ ഈ മീനിലേക്ക് നന്നായിട്ട് തേച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ എടുത്ത് വെക്കാം. നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പില കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പച്ചനിറം ഒന്ന് മാറുന്നത് വരെ ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലയൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു ചെറിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. കടയിൽ നിന്ന് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലാണെങ്കിലും ഒഴിച്ചാൽ മതി. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇത്രയും മതി. ഇതിപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. 2 സൈഡും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വെച്ചൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഞാൻ മറിച്ചിട്ട് ഒരു 3 മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ച മീൻ ഒന്ന് പൊള്ളിച്ചെടുക്കാനായിട്ട് നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. വാഴയില വാട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഴയില വാട്ടിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ പൊള്ളിക്കാനായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പകുതി മസാല ഈ വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബാക്കി പകുതി നമുക്ക് മീനിൻ്റെ മണ്ടയിൽ വെക്കേണ്ടതാണ്. അപ്പം ആദ്യം കുറച്ച് മസാല ഇങ്ങനെ വാഴയിലയിൽ ഇങ്ങനെ വിടർത്തി വെക്കണം.
ഇനി നമുക്ക് മീനെടുത്ത് അത്തലേക്ക് വയ്ക്കാം. ഇത് നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാല ഈ മീനിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ നടുവേന്ന് കീറിയത് ഇതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കാം. പിന്നെ 2 തണ്ട് കരിയാപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഈ വാഴയിലയുടെ നാര് വെച്ച് തന്നെ ഒന്ന് കെട്ടി വെക്കാം. ഞാൻ ഈ വാഴയിലയിൽ നിന്ന് തന്നെ നാര് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. നമുക്കിനി നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ച മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ പൊതി വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒന്ന് 10 മിനിറ്റ് വേകട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഞാനിതിൻ്റെ കെട്ടൊക്കെ പൊട്ടിക്കാൻ പോവാണ്. വാ, നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സീബ്രീം എന്ന് പറഞ്ഞൊരു മീനാണ് പൊള്ളിച്ചത്. ഏത് മീൻ വാഴയിലയിൽ പൊള്ളിച്ചാലും നല്ല അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.